കോറിലേഷൻ, ടൈ ഇൻ റാങ്ക്സ്. നമ്മൾ എക്സ് സീരീസോ വൈ സീരീസോ എടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ ഒന്നിലധികം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ സെയിം റാങ്ക് ആണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടൈഡ് റാങ്ക്സ് എന്നാണ് പറയുന്നത്. ടൈഡ് ഒബ്സർവേഷൻസ് വരുമ്പോൾ അതിന് നമ്മൾ സെയിം ആവറേജ് റാങ്ക് ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡേറ്റ സെറ്റ് കൺസിഡർ ചെയ്യാം. 1, 2, 3, 3, 4. അപ്പം ഇത് നമുക്ക് കിട്ടിയ ഒരു ഡേറ്റ ആണ്. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒബ്സർവേഷൻസ് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊരു ഒബ്സർവേഷൻ 3 എന്ന് പറയുന്നത് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 3യും ടൈഡ് ഡേറ്റ ആണെന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു സെറ്റ് നോക്കിയാൽ 1, 2, 3, 4, 5, 5, 5, 6, 7, 7. ഇവിടെ 2 ഒബ്സർവേഷൻസ് 5ഉം 7ഉം ടൈഡ് ഡേറ്റ ആണ്. ടൈഡ് ഡേറ്റ ആണെങ്കിൽ എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. R is equal to 1 minus 6 sigma d square plus 1/12 into m cube minus m whole divided by n cube minus n. ഇവിടെ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ഹൂസ് റാങ്ക്സ് ആർ കോമൺ. ഇവിടെ ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ റാങ്ക്സ് ആണ്. നമ്മൾ നേരത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തല്ലോ, അതിൽ നമ്മൾ ഡി സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആദ്യം റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു, അതിനുശേഷം അതിനെ സ്ക്വയർ ചെയ്തു. ഇവിടെ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ടൈഡ് ആയിട്ടുള്ള റാങ്ക്സ് ആണ്. അപ്പോൾ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കുന്നതാണ് ഇവിടുത്തെ വ്യത്യാസം. സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നത് താഴെ കാണിച്ചേക്കുന്ന ഇക്വേഷനാണ്. അതിനെ ഒന്ന് ഷോർട്ടാക്കിയിട്ടാണ് മുകളിൽ എഴുതിയേക്കുന്നത്. അത് R is equal to 1 minus 6 into sigma d square plus 1/12 into m1 cube minus m1 plus 1/12 into m2 cube minus m2 plus 1/12 into m3 cube minus m3. അങ്ങനെ എത്ര ഐറ്റംസ് ആണോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അതുവരെ നമ്മളതിനെ ന്യൂമറേറ്ററിൽ കാണിക്കും. ദെൻ ഡിനോമിനേറ്ററിൽ n into n square minus 1 അല്ലെങ്കിൽ n cube minus n. ഈ 2 ഇക്വേഷനിലും ഏതിട്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. ഒരു പ്രോബ്ലം ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഫൈൻഡ് ഔട്ട് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പം എക്സ് സീരീസും വൈ സീരീസും തന്നിട്ടുണ്ട്. എക്സ് സീരീസിൽ 50, 60, 65, 50, 55, 60, 50, 30, 40. വൈ സീരീസിൽ 10, 20, 25, 15, 20, 30, 35, 5, 7. അപ്പം എക്സ് സീരീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 60 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 50 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വൈ സീരീസിൽ 20 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നേക്കുന്ന ക്വസ്റ്റ്യനെ ഇങ്ങനെ ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റുക. ഞാനിവിടെ എക്സ് സീരീസും വൈ സീരീസും എഴുതിയിട്ട് അടുത്ത 2 കോളങ്ങളിലായിട്ടാണ് അതിൻ്റെ റാങ്ക്സ് R1ഉം R2ഉം കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എക്സ് സീരീസ് കഴിഞ്ഞിട്ട് എക്സ് സീരീസിൻ്റെ റാങ്ക് R1 കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് വൈ സീരീസ് എഴുതുക, പിന്നെ R2 എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് സീരീസിലുള്ള ഒബ്സർവേഷൻസിനെ റാങ്ക് ചെയ്യാം. എക്സ് സീരീസിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. അതുകൊണ്ട് നമ്മളതിന് റാങ്ക് 1 കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ തന്നെ ആദ്യം വെറുതെ നമ്മൾ റാങ്ക് ഒന്ന് എഴുതി നോക്കുവാണ്. അതിനുശേഷമാണ് നമ്മൾ ശരിക്കുള്ള റാങ്ക് R1ൻ്റെ കോളത്തിലേക്ക് എഴുതുന്നത്. അപ്പോൾ 65ൻ്റെ നേരെ റാങ്ക് 1 ഞാൻ റെഡിങ്കിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വാല്യൂ ഏതാണ്? 60 ആണ്. 60 എന്ന് പറയുന്ന ഒബ്സർവേഷൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് ആദ്യത്തെ 60ക്ക് സെക്കൻഡ് റാങ്ക് കൊടുത്തു, രണ്ടാമത്തെ 60ക്ക് തേർഡ് റാങ്കും കൊടുത്തു. 60 എന്ന് പറയുന്ന ഒബ്സർവേഷന് നമ്മൾ ശരിക്കുള്ള റാങ്ക് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എഴുതിയ 2ഉം 3ഉം അല്ല, അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. അത് നമുക്ക് പിന്നെ നോക്കാം. അത് നമ്മൾ എഴുതുന്നത് R1 എന്ന് പറയുന്ന കോളത്തിലേക്കാണ്. അടുത്ത വാല്യൂ വരുന്നത് 55 ആണ്. 55 എന്ന് പറയുന്ന ഒബ്സർവേഷൻ ഒറ്റ തവണയേ ഉള്ളൂ. അപ്പോൾ നമ്മളതിന് 4th റാങ്ക് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒബ്സർവേഷൻ 50 ആണ്. 50 3 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ 50ക്ക് 5th റാങ്കും രണ്ടാമത് വന്ന 50ക്ക് 6th റാങ്കും മൂന്നാമത് വന്ന 50ക്ക് 7th റാങ്കും കൊടുത്തു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, നമ്മൾ 50 എന്ന് പറയുന്ന ഒബ്സർവേഷന് കൊടുക്കാൻ പോകുന്ന ശരിക്കുള്ള റാങ്ക് ഇതല്ല. ശരിക്കുള്ള റാങ്ക് നമ്മൾ R1ലേക്കാണ് എഴുതുന്നത്. അപ്പോൾ 7th റാങ്ക് വരെ ആയി. ഇനി നമുക്ക് 8th റാങ്ക് നമ്മൾ കൊടുക്കുന്നത് 40ക്കാണ്. പിന്നെ 9th റാങ്ക് 30 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് R1 കോളം ഫില്ല് ചെയ്യാൻ പോവാണ്. അതായത് എക്സ് സീരീസിൻ്റെ ശരിക്കുള്ള റാങ്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് എഴുതുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒബ്സർവേഷൻസിൻ്റെ റാങ്കിൽ മാത്രമേ മാറ്റം കാണുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയായിരിക്കും.
അപ്പോൾ ആദ്യം നമ്മൾ 65-ന് കൊടുക്കാൻ പോകുന്ന റാങ്ക് 1 തന്നെയാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് അതിൽ സംശയമൊന്നും വേണ്ട. 65-ന് നേരെ നമ്മൾ ആ 1 തന്നെ എഴുതി. ഇനി അടുത്തത് നോക്കിയ 60 ആണ്. 60 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 60ക്ക് നമ്മൾ കൊടുത്തേക്കുന്ന റാങ്കുകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 2ൻ്റെയും 3ൻ്റെയും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? 2 + 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2.5. അത് ഞാൻ സൈഡിലേക്ക് എഴുതി കാണിച്ചിട്ടുണ്ട്. എക്സ് സീരീസ് എന്ന് പറഞ്ഞ് 1 എന്നിട്ടിട്ട് 2 + 3 ഡിവൈഡഡ് ബൈ 2 = 2.5 എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒബ്സർവേഷന് 60ക്ക് കൊടുക്കുന്ന റാങ്ക് എത്രയാണ്? 2.5 ആണ്. 2 ഒബ്സർവേഷനും 2 60ക്ക് നേരെ നിങ്ങൾ 2.5 എന്ന് എഴുതുക. ഇനി അടുത്ത ഒബ്സർവേഷൻ ഏതാണ്? എക്സ് സീരീസിലെ 55 ആണ്. 55-ന് നമ്മൾ നേരത്തെ കൊടുത്ത റാങ്ക് 4 ആയിരുന്നു. 55 എന്ന് പറയുന്ന വാല്യൂ ഒറ്റ തവണയേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ 4 തന്നെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ഒബ്സർവേഷൻ 50 ആണ്. 50 3 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ആ 50യുടെ നേരെ നമ്മൾ എഴുതിയേക്കുന്ന റാങ്കുകൾ ഏതൊക്കെയാണ്? 5ഉം 6ഉം 7ഉം ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ 3ൻ്റെയും ആവറേജ് കാണുക. 5 + 6 + 7 ഡിവൈഡഡ് ബൈ 3 ആണ്. 3 എണ്ണം അല്ലേ? അപ്പോൾ അതിൻ്റെ ആവറേജ് എങ്ങനെയാണ് കാണുന്നത്? ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് റാങ്ക് നമുക്ക് 6 ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒബ്സർവേഷന് നേരെ 6 6 6 എന്ന് എഴുതുക. ആദ്യത്തെ 50ക്ക് നേരെ 6 കൊടുക്കുക, രണ്ടാമത്തെ 50ക്ക് നേരെ 6 കൊടുക്കുക, മൂന്നാമത്തെ 50ക്ക് നേരെ 6 കൊടുക്കുക. ഇനി അടുത്ത ഒബ്സർവേഷൻ ഏതാണ്? 40. 40ക്ക് നേരെ നമ്മൾ എഴുതിയേക്കുന്ന റാങ്ക് 8 ആണ്. 40 എന്ന് പറയുന്നത് ഒറ്റ തവണയേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ 8 തന്നെ R1 കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. അടുത്തത് 30 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ്. 30 ഒബ്സർവേഷനും ഒറ്റ തവണയേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് റാങ്കിൽ മാറ്റമില്ല. 9 എന്ന് പറയുന്ന റാങ്ക് നേരെ R1 കോളത്തിലേക്ക് എഴുതുക. ഇനി Y സീരീസ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ Y സീരീസിൽ നോക്കുമ്പോൾ 35 ആണ് അവിടുത്തെ ഹയസ്റ്റ് വാല്യൂ. 35-ന് നേരെ 1 എഴുതുക. അടുത്തത് 30 ആണ്. 30ഉം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതിന് നേരെ 2 എഴുതുക. അടുത്തത് 25 ആണ്. 25ഉം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതിന് നേരെ 3 എഴുതുക. അടുത്തത് 20 ആണ്. 20 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ ആദ്യത്തെ 20ക്ക് നേരെ 4ഉം രണ്ടാമത്തെ 20ക്ക് നേരെ 5ഉം എഴുതുക. അടുത്ത വാല്യൂ 15 ആണ്. 15-ന് നേരെ 6th റാങ്ക് കൊടുക്കുക. പിന്നെ വന്നേക്കുന്നത് 10 ആണ്. 10-ന് നേരെ 7 കൊടുക്കുക. അടുത്ത ഒബ്സർവേഷൻ 7 ആണ്. 7-ന് നേരെ 8th റാങ്ക് കൊടുക്കുക. പിന്നെ വന്നേക്കുന്നത് 5 ആണ്, ലോവസ്റ്റ് വാല്യൂ. അതിന് നേരെ 9th റാങ്ക് കൊടുക്കുക. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ Y എന്ന് പറയുന്ന സീരീസ് കാണിച്ചേക്കുന്ന ആ കോളത്തിൽ തന്നെ സൈഡിലേക്ക് എഴുതിയാൽ മതി. Y സീരീസിൽ ആകെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂ 20 മാത്രമാണ്. അപ്പോൾ ബാക്കി എല്ലാ ഒബ്സർവേഷൻസിൻ്റെ റാങ്ക് അത് തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് R2 കോളത്തിലേക്ക് എഴുതി കൊടുക്കാം. പിന്നെ 20യുടെ റാങ്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20യുടെ നേരെ വന്നേക്കുന്നത് ഏതൊക്കെ റാങ്ക്സ് ആണ്? 4ഉം 5ഉം ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. 4 + 5 ഡിവൈഡഡ് ബൈ 2. അത് നമുക്ക് 4.5 ആണ് കിട്ടുന്നത്. അപ്പോൾ 20ക്ക് നേരെ 4.5 എഴുതി കൊടുക്കുക. ഈ റാങ്ക്സ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് R1 കോളത്തിലും R2 കോളത്തിലും എഴുതാൻ, പക്ഷേ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. മൈൻഡിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സ് സീരീസിൻ്റെ കോളത്തിലും Y സീരീസിൻ്റെ കോളത്തിലും കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് D കിട്ടും. ഡിയുടെ കോളത്തിലേക്ക് ശ്രദ്ധിക്കുക. R1 - R2 6 - 7 ചെയ്യുമ്പോൾ -1 കിട്ടും. 2.5 - 4.5 ചെയ്യുമ്പോൾ -2 കിട്ടും. അപ്പോൾ നിങ്ങൾ മൈനസ് എന്ന് പറയുന്ന ആ സൈൻ ഇഗ്നോർ ചെയ്താലും കുഴപ്പമില്ല. കാരണം അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് അത് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. അപ്പം ആദ്യം D കണ്ടുപിടിക്കുക. പിന്നെ അതിനെ സ്ക്വയർ ചെയ്യുന്നതാണ് D². പിന്നെ σD² കണ്ടുപിടിക്കുക. നമുക്ക് σD² ഇവിടെ 34.50 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള σD² മാത്രമേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് m³ - m എന്ന് പറയുന്ന ആ ഒരു പോർഷനും കൂടെ ആവശ്യമാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ m³ - m ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് എക്സ് സീരീസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻസും Y സീരീസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻസും ആണ് വേണ്ടത്. 50 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 3 തവണയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ m1 = 3 എന്ന് എഴുതുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് m1³ - m1 ആണ്. ദാറ്റ് ഈസ് 3³ - 3 = 24 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ ബാക്കിയുള്ള ഒബ്സർവേഷൻസിൻ്റെതും നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ 60 occurs 2 times. അപ്പോൾ m2 എന്ന് പറയുന്നത് 2 ആണ്. m2³ - m2 എന്ന് പറയുന്നത് 2³ - 2 ആണ്. അത് നമുക്ക് 6 എന്ന് കിട്ടും. ഇനി Y സീരീസിൽ 20 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ് 2 തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. സോ m3 = 2.
അഗൈൻ നമുക്ക് m3 ക്യൂബ് മൈനസ് m3 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇനി നമുക്ക് m ക്യൂബ് മൈനസ് m കണ്ടുപിടിക്കാം. നമുക്ക് ഈ കിട്ടിയ 3 വാല്യൂസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടായി m ക്യൂബ് മൈനസ് m ഈസ് ഈക്വൽ ടു 36 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാർട്ടും ആയിട്ടുണ്ട്. അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ കിട്ടി, m ക്യൂബ് മൈനസ് m കിട്ടി, n നമുക്കറിയാം n 9 ആണ്. സോ n ക്യൂബ് മൈനസ് n എന്ന് പറയുമ്പോൾ നമുക്ക് 720 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. r is equal to 1 minus 6 into sigma d square. Sigma d square 34.50 ആണ്. പ്ലസ് 1/12 into m cube minus m. m cube minus m എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതുക. ഹോൾ ഡിവൈഡഡ് ബൈ 720. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 36 ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. പിന്നെ ഈ 3യെ 34.50ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം 6 ഇൻറ്റു ആ ന്യൂമറേറ്ററിൽ എത്രയാണ് കിട്ടിയത്? 37.50 ആണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രമേ 720 ആയിട്ട് ഡിവൈഡ് ചെയ്യാവുള്ളൂ. ആ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 1 മൈനസ് ആ കിട്ടിയ വാല്യൂ ചെയ്യാനുള്ളത്. സോ 1 മൈനസ് 225 ഡിവൈഡഡ് ബൈ 720. 1 മൈനസ് 0.312 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.688.